നമസ്കാരം. TCB സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറത്ത് ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ഒരാൾ മരിച്ചു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 20 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂരിലെ പ്രോട്ടീൻ പൌഡർ വിൽപ്പന കേന്ദ്രത്തിൽ ലഹരിക്കച്ചവടം പിടികൂടിയ കേസിലെ മുഖ്യപ്രതി വിഷ്ണു പ്രദീപിനെതിരെ പിറ്റ് ആക്ട് ചുമത്താൻ പോലീസ്. 1/2 കിലോയിൽ താഴെ കഞ്ചാവ് വിൽപ്പന നടത്തി സ്ഥിരമായി ജാമ്യത്തിലിറങ്ങി കച്ചവടം തുടരുന്നതായിരുന്നു വിഷ്ണുവിന്റെ രീതി. ഇത് തടയാനാണ് പിറ്റ് ആക്ട് ചുമത്തുന്നത്. ഇളനാട് ചേലക്കര മേഖലയിലെ കർഷകർക്ക് തിരിച്ചടിയായി മഴ കുറവ്. ഓണവിപണിയിൽ പച്ചക്കറി വില ഉയരാൻ സാധ്യത. കുന്നംകുളം കാണിയാമ്പാലിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. പെരിങ്ങോട് പാലിക്കപ്പറമ്പിൽ വീട്ടിൽ 41 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. രാജ്യം ഇന്ന് കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27ാം വാർഷികം ആഘോഷിക്കുന്നു. അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ചായക്കട ഉടമയെയും വയോധികരെയും മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. മൂർക്കനാട് സ്വദേശി അച്ചു, കരുവന്നൂർ സ്വദേശി ഐബിൻ ആന്റണി എന്നിവരാണ് പിടിയിലായത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കോടാലിയിൽ പ്രകടനം നടത്തി. കവി ജോയ് വടക്കുംപാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്യായമായ വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി ജന്തർ മന്തർ സമര പോരാട്ടത്തിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് KCYM തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ റാലി സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 28-ന് നിശ്ചയിച്ചിരുന്ന ഗുരുവായൂർ കൗസ്തുഭം റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന ദേവസ്വം മന്ത്രിക്ക് അടിയന്തരമായി ഡൽഹിയിൽ എത്തിച്ചേരേണ്ട സാഹചര്യത്തിലാണ് പരിപാടി മാറ്റിയത്. പാരിസ് റോഡ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചൊവ്വല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. DCC സെക്രട്ടറി V വേണുഗോപാൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം സാഹിത്യകാരൻ ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും അധ്യാപികയുമായ മന്ത്രി KA തുളസിയെ കോളേജ് മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ചേർന്ന് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ടെസി വർഗീസ് മന്ത്രിയെ പൊന്നാടയണിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് M രേഷ്മ മേനോൻ ഉദ്ഘാടനം ചെയ്തു. SN പുരം മഹാത്മാ യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് നടന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കനകമല കത്തോലിക്ക കോൺഗ്രസും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ശാന്തിമാരായ ബിജു നാരായണൻകുട്ടി, അനിരുദ്ധൻ, കുമരേശൻ, മഹേഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. AIYF കയ്പമംഗലം മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ബാനർ ചിത്രരചന സംഘടിപ്പിച്ചു. കമ്പനി കടവിൽ നടന്ന ചടങ്ങിൽ മുൻ MLA ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ഇളവള്ളി പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം നിർവഹിച്ചു. ജയൻ ഫാൻസ് ഇന്റർനാഷണൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ജയൻ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരങ്ങളായ TG രവി, ജയരാജ് വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിലെ നിയന്ത്രണങ്ങൾ നീക്കി മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചു. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തും. പ്രതിദിന സ്ലോട്ടുകളുടെ എണ്ണം 50ആയി ഉയർത്താനും തീരുമാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് AIYF AISF പ്രവർത്തകർ മണ്ണുത്തിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു.
നവമണലൂർ കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി സിപിഎം തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. സിപിഎം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി.ജി. സുബിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൂരിക്കുഴി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമവും റാലിയും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സംഗമം കെ വത്സരാജ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി ശ്രീ കണ്ണനാർകുളം മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടന്നു. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടപ്പാക്കിയ ശാക്തീകരണ പരിപാടികളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടതെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ജനകീയാസൂത്രണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന മത്സരം ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.